ഇന്നെന്താ സ്പെഷ്യൽ? ഒരു വെറൈറ്റി മസാല ബീഫ് കറി ചെയ്താലോ? ഓക്കേ, കം ഓൺ. അപ്പോൾ ഈ വെറൈറ്റി ബീഫ് കറിയുടെ റെസിപ്പി നോക്കിയാലോ? അപ്പോൾ നമുക്കിനി ആദ്യം ഇതിൻ്റെ സീക്രട്ട് മസാല റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ഗ്രാമ്പൂ, 1 സ്റ്റാർ, ഒരു 4 ഏലക്ക, ഒരു 2 ടീസ്പൂൺ കുരുമുളക്, ഒരു 3 ചെറിയ പീസ് കറുവപ്പട്ട, ഒരു പീസ് ജാതിപത്രി, ഒരു 2 ടീസ്പൂൺ പെരുംജീരകം. ഇതെല്ലാം കൂടെ ഒന്ന് ലൈറ്റായിട്ട് ചൂടാക്കണം. ഇനി ഒരു 2 ടീസ്പൂൺ മല്ലി, ഇനി ഇതിലേക്ക് ഒരു കാശ്മീരി മുളക് ഒന്ന് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 3/4 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയും കൂടെ ആഡ് ചെയ്യണം. ഇനി ഇതുകൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ടൊന്ന് മാറ്റി വെച്ച് തണുപ്പിക്കാം. അപ്പോൾ മസാല നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് ബീഫ് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു കുക്കറിലേക്ക് നമുക്ക് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോ ബീഫാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ബേ ലീഫ് വെച്ച് കൊടുക്കാം. പിന്നെ ഒരു 1 കപ്പ് ചെറിയുള്ളി, പിന്നെ ഒരു തക്കാളി അരിഞ്ഞുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് സവോള അരിഞ്ഞും കൂടെ ആഡ് ചെയ്യാം. ഇനി ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മൾ പൊടിച്ച് വെച്ച നമ്മുടെ സീക്രട്ട് മസാല കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മളിവിടെ ഈ ഒരു മസാല മാത്രമേ എടുക്കുന്നുള്ളൂ, വേറെ ഒരു മസാലയും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അഡീഷണലായിട്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. ഞാനിവിടെ ഒരു 5 തൊട്ട് 6 വിസിൽ വരെ വേവിക്കാൻ വെക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി. ഞാൻ തുറന്ന് നോക്കാം. നമ്മുടെ ബീഫൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മസാല ചേർക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ ഈ കറിക്ക്. സ്മെല്ല് മാത്രമല്ല കേട്ടോ, അതിൻ്റെ ടേസ്റ്റും അടിപൊളിയാണ്. ഇനി അടുത്തായിട്ട് നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു 2 ടീസ്പൂൺ ഉള്ളി അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുകൂടി ഇങ്ങനെ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് നമ്മുടെ കറിയിലേക്ക് ചേർക്കുമ്പോൾ ഒന്നുകൂടെ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ ഈ ഒരു റോ സ്മെല്ലൊന്ന് മാറി വരുന്നിടം വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ നമ്മുടെ കറി കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയാണ്. കാരണം നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മുടെ ബീഫ് വേവിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു കറി ഒരു വട്ടമെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം.
ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലെ വെറൈറ്റി ഡിഷസ് താല്പര്യമുള്ളവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.